ഫ്രണ്ട്സ് നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏവർക്കും സൺഡേ സിറ്റി സെൽമയുടെ ഓണാശംസ. നമ്മൾ ഇന്നിവിടെ സദ്യ സ്പെഷ്യൽ അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വെള്ളരിക്ക കട്ട് ചെയ്തത് 1.5 കപ്പ്, ചേമ്പ് കട്ട് ചെയ്തത് 1 കപ്പ്, പച്ച ഏത്തയ്ക്ക കട്ട് ചെയ്തത് 1 അച്ചിങ്ങ കട്ട് ചെയ്തത് 1 കപ്പ്, ബീൻസ് കട്ട് ചെയ്തത് 1/4 കപ്പ്, പടവലങ്ങ കട്ട് ചെയ്തത് 1 കപ്പ്, കോളിഫ്ലവർ 1 കപ്പ്, മുരിങ്ങയ്ക്ക കട്ട് ചെയ്തത് 1.5 കപ്പ്. മുരിങ്ങയ്ക്ക ഇതുപോലെ പുറത്തെ തൊലി എടുത്തതിന് ശേഷം മറ്റുള്ള കഷ്ണങ്ങളെക്കാളും കുറച്ചും കൂടി നീളത്തിൽ കട്ട് ചെയ്യുക. പച്ചമുളക് നീളത്തിൽ പിളർന്നത് 8. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കോവയ്ക്ക നീളത്തിൽ 4 കട്ട് ചെയ്തത് 1/2 കപ്പ്, പച്ചമാങ്ങ 1/2 കപ്പ്. പച്ചമാങ്ങയ്ക്ക് പകരം പച്ച ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ചെറിയ ചുവന്ന ഉള്ളി 4. സവോള നീളത്തിൽ കട്ട് ചെയ്തത് 1. ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തത് 1. വഴുതനങ്ങ 1/4 കപ്പ്, നാളികേരം ചിരകിയത് 2 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വെള്ളം 1/4 കപ്പ്, ഉപ്പ് പാകത്തിന്, പച്ച വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 4 തണ്ട്. നമുക്ക് അരപ്പരച്ചെടുക്കാം. ഇതിനു വേണ്ടി ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ജീരകം, എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് 2 തണ്ട് കറിവേപ്പില, എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാളികേരം, കാൽ കപ്പ് വെള്ളം, 4 ചെറിയ ചുവന്നുള്ളി എന്നിവ ആഡ് ചെയ്ത് എല്ലാം കൂടി അരച്ചെടുക്കുക. കുറേ അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ അരച്ചെടുത്ത അരപ്പാണിത്. വേവ് കൂടുതലുള്ള കഷ്ണങ്ങളെല്ലാം ആദ്യം വേവിക്കണം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഏത്തയ്ക്ക, ചേമ്പ്, കോവയ്ക്ക, വെള്ളരിക്ക, പടവലങ്ങ, വഴുതനങ്ങ, അച്ചിങ്ങ, മുരിങ്ങയ്ക്ക, സവോള, പച്ചമുളക്, ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം എന്നിവ ആഡ് ചെയ്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക.
നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ അതാണ് അവിയൽ വയ്ക്കാൻ ഏറ്റവും നല്ലത്. മലയാളികളുടെ മാത്രം കറിയാണ് അവിയൽ. പലതരം അവിയലുകൾ നമ്മുടെ നാട്ടിൽ പല പ്രദേശങ്ങളിൽ ഉണ്ടാക്കി വരുന്നുണ്ട്. ഏത് കേരളീയനും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. പലതരം പച്ചക്കറികൾ ചേരുന്നതുകൊണ്ട് പോഷകാംശം കൂടുതലുള്ള ഒരു വിഭവമാണിത്. അവിയലിന് കഷ്ണം അരിയുന്നത് ഒരേ നീളത്തിൽ തന്നെ വേണം. ബാക്കിയുള്ള കഷ്ണങ്ങളേക്കാൾ മുരിങ്ങക്ക അല്പം കൂടി നീളത്തിലാണ് മുറിക്കുക. ഇത് കഴിക്കുന്ന സമയത്ത് എടുത്തുപയോഗിക്കാനുള്ള സൗകര്യത്തിനാണ് നീളം കൂട്ടുന്നത്. കഷ്ണങ്ങൾ തിളച്ച് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പുളിയുള്ള പച്ചമാങ്ങ, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ എന്നിവ ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വെന്ത് കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതുപോലെ ഇതിൻ്റെ നടുവിലോട്ടിട്ട് പൊത്തിക്കൂട്ടി വയ്ക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 3 മിനിറ്റോളം വേവിക്കണം. അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് കഷ്ണങ്ങളിലോട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള 2 തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ തനി നാടൻ കറിയായ അവിയൽ തയ്യാറായി കഴിഞ്ഞു. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Thank you for watching. Bye bye.